തൃശ്ശൂരേ ഈ ഹൈവേയുടെ പണി കഴിഞ്ഞതല്ലേ, അപ്പോ 2 പാലം വന്നില്ലേ, അപ്പൊ നല്ല തിരക്ക് കമ്മി ഉണ്ടായിരുന്നു. പക്ഷെ ഗ്രൗണ്ടിന്റെ ഉള്ളിൽ പൂരത്തിന്റെ ഗ്രൗണ്ടിന്റെ ഉള്ളിൽ നല്ല തിരക്കായിരുന്നു. തൂതപുരത്തിന്റെ ഗ്രൗണ്ടിൽ പോലെ തിരക്കായിരുന്നു. 1 ഇഞ്ച് സ്ഥലം ഉണ്ടാവില്ല. അതോ മറ്റേ 30 10 40 50 ആനയായിട്ട് ഉണ്ടാവും. 50 ആനയൊക്കെ ഉണ്ടാവും. പിന്നെന്താ, തൂതപുരം ഫേമസ് പൂരല്ലേ, മെയിൻ ആനല്ലേ, എന്താ പേര്, തെച്ചിക്കോട്. 12.5 ലക്ഷം ഉറുപ്പ്യൊക്കെ വിളിച്ചത് ഇവിടെ തൂതൊക്കെ കാര്യം. 12.5 ലക്ഷം ഉറുപ്പ്യ. അതെല്ലാ കൊല്ലം വരും. എന്റെ ഇഷ്ടപ്പെട്ട ആനല്ലേ പുതുപ്പള്ളി ക്യാഷ്. ഓ എന്റെ അതേമാതിരി താനെയാണ് പുതുപ്പള്ളി സാധു. ഓനും എന്റെ അതേമാതിരി തന്നെ, നല്ല തടി മണ്ണുണ്ട്. പിന്നെ തെച്ചിക്കോട് പേരും പ്രശസ്തിയാണ്. പിന്നെ അതേമാതിരി നല്ല ഹൈറ്റാണ്. പിന്നെ വേറെ പേരപ്പോ ഇവിടെ പാമ്പാടി രാജൻ. ഒരു മുത്താണ്. പട്ടാമ്പി തീർച്ചയൊക്കെ ഉണ്ട്. എന്നെ കണ്ടപ്പോ ഇങ്ങനെ വെച്ചു വാറിട്ട്. ഒരു കമ്പനിക്കാരനാണ് നമ്മള്. അതിന് പാപ്പ വിളിച്ചാണേ, പാപ്പ വിളിച്ചിട്ടുണ്ടോ ഒരു ഫോട്ടോ എടുത്ത് പോകാന്നൊക്കെ പറഞ്ഞു. കൊമ്പുമ്പോ ഇങ്ങനെ പിടിച്ചു തന്നെ, കൊമ്പുമ്പോ പിടിച്ചൂല പള്ളി കളിയിട്ട് ഓടെ ഒന്ന് വീശിയാലേ നീച്ചോടക്കാരോട് ചോദിക്കൂല നമുക്ക്. പിന്നെ പേടിയാ അങ്ങനെ വിട്ടുന്ന് കാണാനാ കമ്പം. അടുത്ത കൊല്ലം ആയി. ഇതിപ്പോ ഏതാ മാസം? ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ കഴിഞ്ഞാൽ ഫസ്റ്റ് പൂരം മറ്റേ നമ്മളെ പന്നിയെക്കുറിച്ച് പൂരമാണ് സ്റ്റാർട്ടിങ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പൂരങ്ങൾ വരും. പിന്നെ അതിന് മണ്ഡലകാലം വരും, ശബരിമല സീസൺ. ശബരിമലയുടെ മുന്നേ കുറച്ച് അയ്യപ്പൻ വിളക്ക് കാര്യങ്ങളൊക്കെ വരാണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ പൂരം പിന്നെയും വെറുതെ ഞാനൊക്കെ ഗൾഫുകാരുടെ ഇവിടെ നിൽക്കാർക്ക് ഇതൊക്കെ കാണാനാണ് ഇവിടെ നിൽക്കുന്നത്. ഇനിയിപ്പോ ഗൾഫ് പോയി 10 ഉറുപ്പ്യ ഉണ്ടാക്കി വിചാരിച്ചു ഇവിടെ നമ്മൾക്ക് കയറ്റും ചെയ്യും. പിന്നെ ഇപ്പൊ നമ്മുടെ നാട്ടിലേക്കല്ല നല്ലത്. എന്താ എന്റെ അഭിപ്രായം? പിന്നെന്താ, കുറെ കാലം 10-40 കൊല്ലം 50 കൊല്ലം നിന്നിട്ട് ഇവിടെ വരുമ്പോ എന്താ ഉണ്ടാവുക ചോദിച്ചാൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഈ നാട്ടിൽ നടക്കണോ ചിലപ്പോൾ ഇവിടെ 2 വെറൈറ്റി ഉണ്ടാവും. അത് എങ്ങനെയാന്ന് ഞാൻ ആലോചിച്ചു നോക്കണം അല്ലേ. ആൾക്കാർ തോന്നിയിട്ടില്ലേ, ഗൾഫിൽ നമ്മൾ എത്ര കോലം നിന്നാലും ഇവിടെ വരുമ്പോ ലാസ്റ്റ് ടൈമിൽ നമ്മളടുത്ത് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ നാട്ടിൽ നിൽക്കണമെന്ന് എങ്ങനെ ഇപ്പൊ 2 വെറൈറ്റി കിട്ടുന്നത് ഞാൻ ആലോചിച്ചു. നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ എത്ര ആൾക്കാരത്ത് നാട്ടിൽ നിന്നിട്ട് വെറൈറ്റി പോകും അല്ലേ. ഓരോ കാര്യങ്ങളും കഴിഞ്ഞു കൊണ്ടല്ലോ അടിപൊളിയായിട്ട്. പിന്നെ ഇതിപ്പോ നമ്മളെ കാർമണ്ണ കഴിഞ്ഞ് ആ റൈറ്റിക്ക് പോണ നാട് നമ്മളെ ചെറുപ്പശ്ശേരി ടൗണിൽ പോണതാണ്. ഇപ്പൊ അവിടെ പോയ നല്ല തിരക്കാകാരം ഇല്ല. അപ്പൊ നമ്മള് നേരെ പാലക്കാട് റോഡിൽ പോയിട്ട് കച്ചേരിക്കുന്ന് റൈറ്റ് തിരി. അതാകുമ്പോ പിന്നെ നേരെ ഒറ്റപ്പാല റോഡ് നമുക്ക് എളുപ്പം. മെയിൻ റോഡ് അതാണ്. ഇപ്പൊ ചെറുപ്പശ്ശേരി പാലക്കാട് റോഡ്, ഇത് ചെറുപ്പശ്ശേരി പെരുന്നാള റോഡ്. റോഡ് നമുക്ക് കിട്ടിയ പ്രാവശ്യം കിട്ടിയ നല്ലൊരു തന്നെയാണ്. ഇപ്പൊ പാലക്കാട്ടേക്കൊക്കെ നമ്മൾ തീരെ തന്നെ പോക്കി. മറ്റേത് നമ്മള് പാലക്കാട് ഒറ്റപ്പാലം പോയിട്ടല്ലേ പോക്ക്, അല്ലെങ്കിൽ വരോട്ടുന്ന് ഇരിക്കും പറ്റ പോയിട്ട് കൂട്ടുപാത പോയി കയറിയല്ലേ പോക്ക്. ഇപ്പൊ എല്ലാരും പാലക്കാട്. ഇപ്പൊ തീരെ വണ്ടികൾ കൂടിയടാ. ഇതിനിപ്പോ വണ്ടികൾ കൂടി. രാത്രി കാലങ്ങളിൽ ഇപ്പൊ എത്രമാനം ലോഡും വണ്ടികൾ അതിനെ വരുന്ന 11 കിലോമീറ്റർ മാറ്റല്ലേ പാലക്കാട്. 11 കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ട്. ലാഭമാണ്, നല്ല റോഡുമാണ്. പിന്നെ ഇപ്പൊ വേറെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പശ്ശേരി കൊപ്പം വളാഞ്ചേരി പോയിട്ട് അങ്ങനെ ഹൈവേ കയറുന്നുണ്ട്. അതിപ്പോ രാത്രി കാലങ്ങളിൽ വണ്ടികൾ കൂടിയിരിക്കുന്നു. ആ റൂട്ട് അങ്ങനെ ആർക്കും അറിയില്ല. പക്ഷെ ഇപ്പൊ തമിഴന്മാര് പഠിച്ചുണ്ടാക്കിയ ഉള്ളിലോടും വണ്ടികളെ വരുന്നു. ഇപ്പൊ തീരെ മോദിയായ ഉള്ളിലോട്ട് നിൽക്കണുണ്ടോ. കൊപ്പം മുളയങ്കാവുന്ന അങ്ങനെ കൊപ്പം പോയി ആ റോഡ് വീതി കൂട്ടിയ അടിപൊളി ഏരിയ. നമ്മളെ ഏരിയ മൊത്തം ആ റോഡ് വീതി കൂട്ടാൻ നല്ല പാട. സകല പേരെയും പോകും. കാരണം മുറ്റം റോഡ് കൂടെ പോകണം. അത്രയും ഡിഫറൻസ് ഇല്ല. ഇത് നമ്മൾ അറേബ്യൻ മജ്ലിസ് ഇടക്കിടക്ക് ഇവിടെ ഒന്ന് വിളിച്ചു പോയുണ്ട്. അറേബ്യൻ. ഇതാണ് കച്ചേരിക്കുന്ന്. ഈ കച്ചേരിക്കുന്നിന്റെ പ്രത്യേകത പണ്ട് കച്ചേരി എന്ന് പറഞ്ഞാൽ എന്താ, പോലീസുകാർക്ക് പറയുന്ന പേരല്ല കച്ചേരി, കോടതി കാര്യങ്ങൾ തീർപ്പാക്കുന്നത്. അതായിരുന്നു. അതാണ് സ്ഥലത്തിന് ഈ പേരിലാണ് കച്ചേരിക്കുന്ന്. ഇവിടെയാണ് ഞങ്ങളെ ചെറുപ്പശ്ശേരി ട്രഷറി, അതേമാതിരി പോലീസ് സ്റ്റേഷൻ ഒക്കെ വരുന്ന സ്ഥലമാണിത്. പണ്ട് കാലങ്ങളിൽ നമ്മള് വെള്ളവനാട് മലബാർ എന്നൊക്കെ പറഞ്ഞ് വേർതിരിച്ചിരുന്നില്ലേ, ആ ഏരിയ ആയിരുന്നത് ഈ കച്ചേരിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടുന്നാണ് അങ്ങോട്ട് പാലക്കാട്, ഇങ്ങോട്ട് മലപ്പുറം, ഇങ്ങോട്ട് തൃശ്ശൂര്, ഈ 3 ജോയിന്റ് ആണ് സ്ഥലമാണ്. ചെറുപ്പശ്ശേരിക്ക് തിരിയണ ഭാഗം. പണ്ട് കാലങ്ങളിൽ നമ്മൾ ഈ ലോഡും വണ്ടി അതേമാതിരി നമ്മള് ഏറ്റിട്ടാണല്ലോ കൊണ്ടുവരിക. അപ്പൊ ഈ ഇവിടെ ഒരു കല്ലും ഇതൊക്കെ ഉണ്ടാവുന്നത് ഈ ചുമട് വെക്കണത്. രാത്രി കാലങ്ങളിലൊക്കെ ഇടത്താവളായിരുന്നു ഈ കച്ചേരിക്കുന്ന് പറഞ്ഞ സ്ഥലം. പഴയ വെള്ളുവനാട്. അതെ, വെള്ളുവനാട്, വേണാട്, അതേമാതിരി
മലബാറിൽ നിന്ന് കാരണം തിരിച്ച കാലത്ത് ഈ കച്ചേരിക്കുന്നിന് ഒരു പ്രത്യേകത ഉണ്ട്. അതിലേക്ക് നമ്മൾ കൂടുതൽ കുറച്ച് നോളജ് കമ്മിയാ. എന്നാലും വെള്ള പറഞ്ഞുതരാം. നമ്മുടെ സീറ്റ് ബെൽറ്റ് നല്ലൊരു സൗകര്യം ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇനി അത് ഞങ്ങളെ കാവ് ചെർപ്പളശ്ശേരി അങ്ങാടി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ കാവാണ്. ഇവിടെ വരുന്ന ഉത്സവം ഫെബ്രുവരി 12 മുതല് പോലീസ് കൂത്ത് 12 പൂരം. അതെ, ഇതാണ് ഞങ്ങളെ പുത്തനാലിക്കൽ ഭഗവതി ക്ഷേത്രം മണ്ഡപം. ഇതാണ് അതിന്റെ അമ്പലം. ഇതിപ്പോ ഇവിടെ വലിയൊരു ആലുണ്ടായിരുന്നു. ആലിപ്പോ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുന്നേ ഒക്കെ പോടെ പൊട്ടി പൊളിഞ്ഞു പോയി. ഇതവിടെ ഇവിടെ ഇരുന്ന ആലുണ്ടായിരുന്നു. ഇവിടുത്തെ ആലുണ്ടാവില്ല, നല്ല ഈ ആല്, ഇവിടുത്തെ ആല് വലിയ ആലായിരുന്നു. പോയി ഇപ്പൊ സ്റ്റാൻഡ് കിടാക്കിക്കണു. ഇപ്പൊ 2 സ്റ്റാൻഡായി ചെറുപ്പശ്ശേരി. ഇതൊരെണ്ണം അവിടെ ഒന്നുണ്ട്. ഇതാണ് പഴയ തിയേറ്റർ, ആനന്ദ് തിയേറ്റർ ഉണ്ടാകുന്ന സ്ഥലമാണിത്. അതൊക്കെ പൊളിച്ചപ്പോ ഹോട്ടലാക്കി മാറ്റിയിരുന്നു. അവിടെ ഹോട്ടലാണ് നല്ലത്. സിനിമ പറയുന്നുണ്ട്, കാണാൻ വേറെ സൗകര്യം ഉണ്ടല്ലോ. ഇതേ ചെറുപ്പശ്ശേരി ഫുള്ള് ഡബിൾ റോഡാക്കി. വികസനം തന്നെ. ഇതേ നമ്മളെ റോഡ് ഇതാണ് സുഹൃത്തുക്കളെ. ആ പോണ റോഡ് നേരെ പോയ പട്ടാമ്പി. ഇവിടെ ലെഫ്റ്റ് ഇറങ്ങി ഇതാ അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒറ്റപ്പാലം റോഡ്. നമ്മളെ വർക്കശ്ശേരി മന, ഭാരതപ്പുഴ ഒക്കെ കാണണമെങ്കിൽ ദദ്യേരെ പോകണം. ഈ റൂട്ട് വന്നാലാണ് നമ്മളെ വർക്കശ്ശേരി മനയും കാര്യങ്ങളൊക്കെ. കുറ്റിക്കോട് ഇവിടുന്ന് 2.5 കിലോമീറ്റർ 3 കിലോമീറ്റർ പോയി ഞങ്ങളുടെ നാടായി. ഇതാണ് ഞങ്ങളെ ചെർപ്പശ്ശേരി ടൗൺ. ഈ ഏരിയയിൽ മൊത്തം നമുക്ക് പറ്റാണ്. എല്ലാ കടകളിലും പ്രത്യേകിച്ച് ഹോട്ടലുകളിലും ഒക്കെ പറ്റാം. കായില്ലെങ്കിൽ കഴിച്ചു പോകും. മാർക്കറ്റിലും പറ്റുന്ന ചെറുപ്പശ്ശേരി പ്രത്യേകത പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 1/2 കിലോമീറ്റർ പോന്നു കഴിഞ്ഞാൽ പാടമായി. പാടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടൗണ് വികസനം ഉണ്ടാവില്ല. അതേമാതിരി കച്ചേരിക്കുന്ന് നിങ്ങൾ കണ്ടില്ലേ വരുമ്പോൾ ഒരു പാടം. ആ പാടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ ബിൽഡിങ്ങുകളൊന്നും കയറില്ല. പക്ഷെ നെല്ലായ കണ്ടോ, നെല്ലായ പാടം വരുന്നവരെ കടകളും ബിൽഡിങ്ങുകളും എല്ലാ സൗകര്യമുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് പാടായില്ലേ. പക്ഷെ നെല്ലായ്ക്ക് നമുക്ക് ഒരു 1.5-2 കിലോമീറ്ററോളം ചെറുപ്പശ്ശേരി ടു നെല്ലായ കണ്ട നീണ്ട് കിടക്കുന്ന റോഡാണ്. അതുകൊണ്ട് കടകളൊക്കെ ഏകദേശം ഇപ്പം അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക. നല്ല നല്ല ഹോട്ടലുകളും ഒക്കെ ആ റോഡും ഇപ്പം ഉള്ളത്. ചെറുപ്പശ്ശേരിന്ന് പട്ടാമ്പി റോഡ് പെരുന്തൽമണ്ണ ബൈപ്പാസ് മാതിരി. അപ്പം അങ്ങനെ നീണ്ടു പോകുന്ന സൗകര്യങ്ങളുണ്ട്. വണ്ടികൾ നിർത്താനുള്ള സൗകര്യങ്ങളുണ്ട്. ചെറുപ്പശ്ശേരി ടൗണിൽ നിർത്താൻ സൗകര്യമില്ല. പാർക്കിംഗ് സൗകര്യം കമ്മിയാണ്. അഥവാ പാർക്കിംഗ് സൗകര്യം ഉണ്ടോ അവിടെ ഓട്ടോ സ്റ്റാൻഡുകളുണ്ട്. അതുകൊണ്ട് വണ്ടി നിർത്താൻ നല്ല ബുദ്ധിമുട്ടാണ്. അവിടെ ഒക്കെ ഇപ്പം അങ്ങോട്ട് നെല്ലായ മഞ്ചക്കല്ല് വടത്തിപ്പറമ്പ് ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക കടകളൊക്കെ. ഇപ്പം നമ്മളാണ്ട് കൂട്ടുകാരന്മാർ അങ്ങോട്ട് മാറണം പറഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ കട അങ്ങോട്ട് മാറ്റി. വണ്ടി നിർത്താൻ സൗകര്യമില്ല, കടം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. വണ്ടി കൊണ്ടൊന്നും നിർത്താൻ സൗകര്യം വേണ്ടേ. ഈ സ്കൂളിൽ പഠിച്ചിട്ടില്ല. ഈ സ്കൂളിൽ എടുത്തില്ല. കാരണം അന്ന് അവിടെ കഞ്ഞിപ്പാറയിരുന്നു. ഞാൻ പറഞ്ഞു ഇറച്ചി മീമി മാമു കാണും പറഞ്ഞു, ഞാനും സൽമാനും. അപ്പോൾ ഞങ്ങൾ എടുത്തില്ല ഈ സ്കൂളിൽ. ഒരു കഞ്ഞിപ്പാറ വെച്ച് വന്നോളിയും പറഞ്ഞു, വേണ്ടായിരുന്നു. ഓട്ടോസ് തിരിഞ്ഞോ വീഡിയോ എടുക്കണമല്ല, തെളിവുണ്ടാവുമല്ലോ. അതെ, അതിനിപ്പോ നമ്മളെ വണ്ടികളിലൊക്കെ ഇത് കുടിക്കേ. എല്ലാ വണ്ടികളും ഇപ്പൊ ക്യാമറ വേണം. ക്യാമറ നിർബന്ധ. 4 എണ്ണം വേണം. ഉള്ളിൽ 2 എണ്ണം, ഒന്ന് പുറത്തേക്ക്, ഒന്ന് ബാക്കിലേക്ക്. 4 ക്യാമറ ഫിറ്റ് ചെയ്യണം. 16,000-18,000 റുപ്യോ. 26-ന് 4 എണ്ണം വേണം. 20 സീറ്റിന് 3 എണ്ണം വേണം. അങ്ങനെയൊക്കെയാണ്. അവിടെ നമുക്ക് ധൈര്യമായിട്ട് ഓടിച്ചു നടക്കാൻ വണ്ടി. എന്ത് തെളിവ് സഹിതം കിട്ടും. പിന്നെ ഈ ഉള്ളില് കളിക്കുന്ന ഡാൻസ് എന്തൊക്കെ ഉള്ളില് തീരുമാനങ്ങളൊക്കെ നമുക്ക് നേരെ സ്ക്രീനിൽ ഇങ്ങനെ കാണും. അവിടെ ഉള്ളില് നമ്മൾ ഈ കുട്ടികളെ കടിക്കണതൊക്കെ നമുക്ക് നേരെ മനസ്സിലാവും. ഈ റെഡ് സിനിമയൊക്കെ കടിക്കുമല്ലോ. നല്ല സൗകര്യം എന്ന് പറഞ്ഞാൽ ഓടിക്കുമ്പോൾ സൗകര്യമാണ്. തെളിവുണ്ടാവും. വണ്ടി തട്ടമുട്ട ചെയ്യുമ്പോൾ നമുക്ക് കാണാനുള്ള ബസ്സുകളൊക്കെ ക്യാമറ ഉണ്ട്. ഇപ്പോഴേ ക്യാമറ ഇല്ലാത്ത പരിപാടിയില്ല. ക്യാമറ ഉണ്ടെങ്കിലാണ് ടെസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ആ സിസ്റ്റം വന്നു. ക്യാമറ, GPS, സ്പീഡ് ഗണർ, പിന്നെ അതേമാതിരി ടാക്സി, ഇൻഷുറൻസ്, പെർമിറ്റ്, പിന്നെ എല്ലാം, പിന്നെ ക്ഷേമനിധി എല്ലാം ഉണ്ടെങ്കിലാണ് ഒരു വണ്ടിക്ക് ടെസ്റ്റ് കിട്ടുള്ളൂ. ഭയങ്കര റിസ്ക്കാ. റിസ്കിന് ഒരു കുറവില്ല. നിയമപരമായിട്ട് നല്ല റിസ്ക്കാണ്. എല്ലാ പേപ്പർ വർക്കും ക്ലിയർ ആയിരിക്കണം. സ്പീഡ് ഗണർ അടക്കം കമ്പനിയിൽ പോയിട്ട് സെറ്റ് ചെയ്തിട്ട് അത് അതിൻ്റെ പേപ്പർ അടക്കം വേണം.
RTO ചെക്ക് ചെയ്യുമ്പോൾ കാണിച്ചു കൊടുക്കാൻ. പിന്നെ GPS അത് പറഞ്ഞ മാതിരി തന്നെയാണ്, അത് കറക്റ്റ് ആയിരിക്കണം. ടാക്സിക്ക് കേട്ടോ, പ്രൈവറ്റിനല്ല, ടാക്സിക്കാണ്. ചിലർ നാളെ മുതൽ പ്രൈവറ്റ് വണ്ടിക്ക് കൊണ്ടുപോയി കൊടുക്കുകയെ. പ്രൈവറ്റിന് ഏറ്റവും നല്ലത് ഒരു ക്യാമറ വെക്കണം നല്ലതാണ് അല്ലേ? എന്തുണ്ടായിന്ന് അറിയാലോ. നമ്മളിപ്പോൾ ഒരു വണ്ടി കൊണ്ട് പോകുമ്പോൾ ഒരു ക്യാമറ പ്രൈവറ്റ് വണ്ടിയിൽ വെച്ചോണ്ട് അത്ര വലിയ പൈസ ഉണ്ടാവില്ല. 2 ക്യാമറ ഒന്ന് പെട്രോളിന് ബാക്കിൽ വെച്ചേ അത് റെക്കോർഡാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ എന്തുണ്ടായി, ആക്സിഡന്റിൽ എന്താ പറ്റിയെന്ന്. അത് നല്ലൊരു സിസ്റ്റാണ്. ഇതിന്റെ ഡാഷ്ബോർഡ് ക്യാമറ വെച്ച് വെച്ചിട്ട് എന്താ വരാൻ പോണു? ഒന്നും വരാൻ പോണില്ല. നമ്മളെ കയറ്റം കയറി. ആൾക്കാരെ ഉണ്ടപ്പോ സീറ്റ് ബെൽറ്റ് ഇടുന്നില്ല. എന്താ റിസ്ക് ആണ്. തടി ഉണ്ടാവുകൊണ്ട് ഇതിന് വലിച്ചിടാനൊക്കെ ഭയങ്കര ആരോ പിന്നെ ഇങ്ങനെ പിടിച്ച മാതിരി തോന്നണേ. ശീലല്ല. അത് 500 കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മളെ സർക്കാരിലേക്കല്ലേ ഇതാണ് നമ്മളെ കുറ്റിക്കോട് പറഞ്ഞ രാജ്യം അല്ല നാട്. ആകെ 2 ഓട്ടോറിക്ഷ ഉണ്ട്, ഇവിടെ സർവീസ് ബാങ്കും ഉണ്ട്. അതിലുള്ളത് കുറ്റിക്കോട് ഇട്ടോളൂ. ആൾക്കാരെ കുറ്റിക്കോട് പറഞ്ഞ വലിയ സംഭവമാണ്. 2-4 ഓട്ടോറിക്ഷ ഉണ്ട്, പിന്നെ നമ്മളൊരു സർവീസ് ബാങ്കും ഉണ്ട്. ഇതാണ് സൽമാന്റെ ഷെഡും അമ്പും പടി. ആ ഷെഡിലാണ് ആശ ഇരിക്കല്. വേണ്ട, ഇതാണ് ഞങ്ങളെ ഷെഡ് കഴിഞ്ഞു.